ഈ പി വി അൻവർ CPM-ൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വലിയ തലവേദനയായിരുന്നു. ഇപ്പോൾ UDF-ന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്, അങ്ങനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് എന്നെ കയറ്റി വിടുമോ എന്ന ചിന്തയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയല്ലേ. UDF-ന് ഇപ്പം അൻവറിനെ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത ഒരു സ്ഥിതിയിൽപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെ UDF ചുമക്കുമെന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഇപ്പോൾ അൻവർ ഭവന്റെ മുന്നിലുണ്ട്, അകത്തോട്ട് നിന്ന് കയറ്റിയാൽ മാത്രം മതി. അതെ, അൻവർ മത്സരിക്കുന്നില്ല. പക്ഷെ ജയമായാലും ആർക്കായാലും തോൽവിയായാലും അത് അൻവറിൻ്റെ ഇതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് അൻവറിൻ്റെ വിജയമാണ്. തോറ്റാലോ അത് അൻവർ തന്നെ പരാജയപ്പെടുകയാണ് CPM-ന്റെ മുമ്പിൽ. അൻവർ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജോയി സ്ഥാനാർത്ഥിയാകണം എന്നാണ്. ഷൗക്കത്തിനെ അടുപ്പിക്കുന്നില്ല. പക്ഷേ ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ട്, അത് പരസ്യമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ വേറെ വഴി തേടുമെന്ന് പറഞ്ഞു. വേറെ വഴി തേടുമെന്ന് പറഞ്ഞാലേ CPM-കാർ ഇനിയും പാലക്കാട്ട് കിട്ടിയ പോലെ ഒരു സരിനെ കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. CPM സ്ഥാനാർത്ഥികളെ ഒന്നും ആയിട്ടില്ല. ഇവരുടെ സ്ഥാനാർത്ഥിയെ അറിയട്ടെ, അതിന് ശേഷമാകാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവർക്ക് അല്പം പ്രതീക്ഷ പോരാന്ന് തോന്നുന്നു CPM-നും. പക്ഷേ അഭിമാന പോരാട്ടമാണ്. കാരണം CPM ആ മണ്ഡലം പിടിച്ചെടുത്തതിന് അൻവറിലൂടെയാണ്. പാരമ്പര്യമായി അവിടെ സ്വാധീനമില്ല. അവിടെ നിന്നും കോൺഗ്രസിന്റെ മണ്ഡലമാണ് ആര്യാട മുഹമ്മദിന്റെ അച്ഛൻ്റെ മണ്ഡലമാണ്. പക്ഷേ ഇത് ഇവർക്ക് സംബന്ധിച്ചിടത്തോളം അൻവർ ഇതെങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അൻവറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുക, എന്നിട്ട് അൻവറിൻ്റെ ക്രെഡിറ്റായി മാറിക്കൊണ്ട് അൻവർ UDF-ലേക്ക് രംഗപ്രവേശം ചെയ്യുക. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ UDF-ൽ ഒരു ഘടകകക്ഷിയായി മാറുന്നു. UDF 2026 അധികാരത്തിൽ വരികയാണെങ്കിൽ PV അൻവറും എവിടെങ്കിലും നിന്ന് ജയിച്ച് മന്ത്രിയുമാകാം. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലൊരു മന്ത്രിയും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൃണമൂലിൻ്റെ മമത ഇദ്ദേഹത്തെ കൊണ്ടുപോയി അവിടുന്ന് രാജ്യസഭയിലേക്ക് വിടണം. രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇത് ആര്യാടൻ ഷൗക്കത്ത് എനിക്ക് തോന്നുന്നില്ല സ്ഥാനാർത്ഥിത്വം ആയില്ലെങ്കിൽ ഇട്ടിട്ട് പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അത് പോകാനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലോട്ടും അല്ലല്ലോ, LDF-ലോട്ട് തന്നെയായിരിക്കും. BJP പക്ഷേ അവിടെ വേറൊരു ഇതും കൂടെ നടത്തിയിട്ടുണ്ട്. വെറും ഒരു സ്ഥാനാർത്ഥി അല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അവിടെ ഞങ്ങൾ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ചടങ്ങിന് വേണ്ടി അല്ല എന്ന് പറയുന്നുണ്ട്. നമ്മളും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, BJP അവിടെ ഒരു ശക്തിയല്ല. പക്ഷെ ശക്തിയാകും, വോട്ട് പിടിക്കും അവിടെ. കാരണം ഈ ചേലക്കര മോഡൽ ഉണ്ടല്ലോ, കാരണം അവിടുത്തെ തന്നെ പ്രാദേശിക നേതാവിനെ അവിടെ മത്സരിക്കാൻ ഇറക്കി 10,000-ലധികം വോട്ടുകൾ നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ചേലക്കര കഴിഞ്ഞു. അപ്പോൾ ആ ചേലക്കര മോഡൽ തന്നെ ഈ നിലമ്പൂരിൽ ഏതെങ്കിലും പ്രാദേശിക നേതാവിനെ കണ്ടെത്തി അദ്ദേഹത്തെ നിർത്തി മത്സരിപ്പിച്ച് വലിയ വോട്ട് വർദ്ധിപ്പിക്കാനായിരിക്കും BJP-യുടെ ശ്രമം. ചേലക്കരയിലെ BJP-യുടെ സ്ഥാനാർത്ഥി ഒരു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, വൈസ് പ്രസിഡന്റ്. ആ പ്രദേശത്ത് നല്ല പ്രാദേശിക നേതാവ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ BJP അങ്ങനെ എഴുതിത്തള്ളാൻ അവിടെ പറ്റത്തില്ല. BJP വോട്ട് കൂടുതൽ പിടിച്ചാൽ ഇവർക്ക് തന്നെ ദോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അൻവറിൻ്റെ തീരുമാനത്തിലാണ് ഇപ്പോൾ ആകെ കടുത്തു നിൽക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് UDF. പുതുപ്പള്ളിയിൽ അങ്ങനെ ആയിരുന്നല്ലോ, അവിടെ പിന്നെ വേറൊരു തർക്കമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് തന്നെ, മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള രീതിയിൽ നിന്നു. തൃക്കാക്കരയിലും അവിടെ ഒരു സംശയത്തിനിട വന്നില്ല. ആരും അങ്ങോട്ട് വേറെ മത്സരിക്കാനായിട്ട് മുൻകൈ എടുത്ത് വന്നുമില്ല. ഉമാ തോമസ്. പിന്നീട് പാലക്കാട് മാത്രമാണ് ഈ സരിനുമായിട്ടുള്ള ഒരു ഇത് വന്നത്. സരിൻ ഉടനെ കളഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തു. പിന്നെ ചേലക്കരയിലും അവരുടനെ കൊണ്ടുപോയി രമ്യ ഹരിദാസിനെ അങ്ങ് നിർത്തുകയും ചെയ്തു. പക്ഷേ രമ്യ ഹരിദാസ് അല്ലായിരുന്നുവെങ്കിൽ അവർക്കവിടെ മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അൻവറിൻ്റെ ഇവിടുത്തെ വിജയമെന്ന് പറയുന്നത് വലിയ വിജയമായിരിക്കും. അൻവർ UDF-നെ വിജയിച്ചു കഴിഞ്ഞാൽ അൻവർ CPM-നിട്ട് കൊടുക്കുന്ന കനത്ത ഒരു പ്രഹരമായിരിക്കും അവിടുത്തെ. ആ സീറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും LDF-ന്റെ കയ്യിൽ നിന്നും UDF-ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഈ 5 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമായിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം
ഉണ്ട്. CPM ഇപ്പോഴും പറയുന്നില്ലല്ലോ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഇതെന്ന് പറയുന്നില്ല. അത് പറയത്തില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഇവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പൊതുവായിട്ട് അവർ സമ്മതിക്കത്തില്ല. അവർക്കറിയാം ഉണ്ട്, അത് പ്രതിഫലിക്കും. അതുകൊണ്ട് അതിലേക്ക് കയറി പറയണ്ട എന്നത് അവർ തന്നെ തീർച്ചപ്പെടുത്തുന്നതാണ്. അപ്പോൾ പിന്നെ അൻവറിൻ്റെ വിജയമാണെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേരെ ഉതിർത്തുവിട്ട ചോദ്യങ്ങളും പാർട്ടിയുടെ നേരെ ഉയർത്തിയ ചോദ്യങ്ങളും ശരിയായി വരികയാണ്. അങ്ങനെ UDFന് അവിടെ വിജയം ഉണ്ടാകുകയാണെങ്കിൽ ആ അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും കൂടി കാര്യങ്ങൾ പോകുമ്പോൾ അൻവറിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ഈ അൻവർ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടക്കാരനല്ലേ, രാഷ്ട്രീയ സ്വഭാവമൊന്നും ഇല്ലല്ലോ. 2016 മുതൽ ഇങ്ങോട്ട് എന്താ അൻവർ ചെയ്തുകൊണ്ടിരുന്നത്? ഗുണ്ടായിസമല്ലായിരുന്നു. ഈ സമൂഹ മാധ്യമങ്ങളുടെ മേലെല്ലാം കുതിര കയറുക മാത്രമല്ല, പലരെയും പിന്നെ ഭീഷണിപ്പെടുത്തുക, അവരെ പിടിച്ചകത്തിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു അൻവറിനെ ഇറക്കി കളിക്കുകയായിരുന്നെന്നാണ് തോന്നുന്നത്. ഇത് പിന്നെ 2021 കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ടേം അല്ല, അതിലെ ഏറ്റവും അത്ഭുതം ഇതാണ്, ഈ പിണറായി എന്താ ആഗ്രഹിക്കുമോ അത് നടപ്പിലാക്കുന്ന ഒരു പോരാളിയായിരുന്നു PV അൻവർ. ആ രീതിയിലായിരുന്നു ഒന്ന് ഏഷ്യാനെറ്റ് പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചു, മറുനാടൻ പൂട്ടാൻ ഇറങ്ങി തിരിച്ചു. അങ്ങനെ അദ്ദേഹം എല്ലാ രീതിയിലും ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ പോലെ പ്രവർത്തിച്ചെങ്കിൽ അവസാന ഘട്ടം അത് മുഴുവൻ തെറിയും പിണറായി വിളിക്കുന്നതാണ് ഇപ്പൊ കണ്ടത്. ഈ അവസാന ഘട്ടത്തിൽ പറയുന്നത് ഈ നിലമ്പൂരിലെ വിജയം പിണറായിസത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ പിണറായിസത്തെ പരാജയപ്പെടുത്തി ഞാനവിടെ വിജയിക്കുമെന്നാണ് അൻവർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും PV അൻവറിന് ഈ പിണറായി വിജയനോട് ഇത്രയും വൈരാഗ്യം? ഇത് എന്തോ കൊതിക്കറിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കാര്യങ്ങൾ നേടാൻ കഴിയാതെ പോയതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. അവിടുത്തെ സ്വർണം പൊട്ടിക്കൽ ഇതും ഒക്കെ പറയുന്നുണ്ടല്ലോ. പല കാര്യങ്ങളിലും നേടാൻ കഴിയാതെ പോയത് പ്രശ്നമുണ്ട്. ഇപ്പോൾ പല സ്ഥാപനങ്ങൾ അൻവർ പൂട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി അൻവർ ഇപ്പോൾ പൂട്ടിക്കാൻ പോകുന്നത് UDFന് ആയിരിക്കും. പക്ഷേ UDFന് ഇവിടെ വിജയം ഉണ്ടായില്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ അല്ല, അവിടെ മറ്റൊരു കാര്യം, അതിൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ തമ്മിൽ തല്ലുണ്ടല്ലോ. അപ്പോൾ ഈ അൻവറും കൂടെ കയറുമ്പോൾ അൻവറിനെ ഇവർക്ക് ഇല്ലെങ്കിൽ നേരത്തെ തന്നെ UDFൽ എടുക്കാമല്ലോ. ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അൻവർ ആദ്യം പോയത് സ്റ്റാലിൻ്റെ അടുക്കലല്ലേ. സ്റ്റാലിനെ തകർത്തു. പിണറായിയും സ്റ്റാലിനും വലിയ കൂട്ടുകെട്ടാണ്. അപ്പോൾ ഇനി എങ്ങനെ പിന്നെ അതുമല്ലേ തൃണമൂലിനടുക്കിലേക്ക് പോയി. തൃണമൂലിനടുക്കൽ ഇവർക്ക് ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അൻവർ അങ്ങോട്ട് ചാടിപ്പോയത്. ഇതിപ്പോൾ എന്ത് നേട്ടം ഉണ്ടാകുക? അല്ലെങ്കിൽ ആദ്യമേ അൻവറിനെ UDFിലേക്ക് ഇവരെ എടുക്കണമായിരിക്കും. ഇതിപ്പോൾ തൃണമൂലിൻ്റെ ആളായതുകൊണ്ട് UDFനെ എടുക്കാനും പറ്റുന്നില്ല, എടുക്കാതിരിക്കാനും വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർ പിന്നെ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം UDFന് വീണ്ടും തകർച്ച ഉണ്ടാകുന്നു എന്ന്. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ LDFിൻ്റെ കയ്യിൽ നിന്ന് ഒരു സീറ്റ് ഇവർ ഒരു ഉപതെരഞ്ഞെടുപ്പിലും സീറ്റൊന്നും തിരിച്ചു പിടിച്ചിട്ടില്ല. ചേലക്കര പിടിക്കണമായിരുന്നു അല്ലെങ്കിൽ. പിന്നെ ഭൂരിപക്ഷം മറ്റുള്ളിടങ്ങളിൽ കിട്ടിയത് അതൊരു പ്രത്യേക സാഹചര്യമാണ്. പുതുപ്പള്ളി കിട്ടിയത് എന്താ? ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹമാണ് മുഴുവൻ വന്നത്. തൃക്കാക്കരയിൽ, പാലക്കാട് ഭൂരിപക്ഷം കൂടി. അല്ലാതെ ഇവർ പുതുതായിട്ടൊന്നും തന്നെ UDF ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെ ഇനി അൻവർ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ UDFനെ അൻവർ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.